ആഹാരം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആഹാരം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇത് മലമ്പ്രദേശമാണല്ലോ, നമ്മുടെ ആഹാരം എന്ന് പറയുന്നത് കപ്പയും ചേനയും ചേമ്പും കൂമ്പും, കപ്പയും ചേനയും ചേമ്പും ചക്കയും കൂമ്പും വാഴത്തണ്ടും ഒക്കെ കഴിഞ്ഞപ്പോ നമ്മളൊക്കെ ആരായിരുന്നു? ദീർഘായുസുള്ളവരായിരുന്നു. എന്നാൽ ഇതെല്ലാം അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് പരിഷ്കാരത്തിന്റെ ഭാഗമായി മാറിയപ്പോ കിൻഡർ ജോയ്, കുറു കുറു, പ്രിങ്കിൾസ്, ചീറ്റോസ്, ചോക്കോസ്, KFC, MFC, ചിക്കിങ്, മാക്ഡൊണാൾഡ്സ്, പിസ്സ, എന്തെല്ലാമായി. ഒരു കാര്യം ഓർക്കൂ, വീട്ടിലുണ്ടാക്കുന്ന ആഹാരം ഉപേക്ഷിച്ച് നാട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിന് പുറകെ പോയാൽ നാട്ടിൽ കിടക്കുന്ന രോഗം വീട്ടിൽ വരും. വീട്ടിലുണ്ടാക്കുന്ന ആഹാരം ഉപേക്ഷിച്ച് നാട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിന് പുറകെ പോയാൽ നാട്ടിൽ കിടക്കുന്ന രോഗം വീട്ടിൽ വരും. നമുക്കിന്ന് ആഹാരത്തിൽ നാം പരിഷ്കാരികളായി. 5, വസ്ത്രത്തിൽ നമ്മൾ പരിഷ്കാരികളായി. വസ്ത്രത്തിൽ പരിഷ്കാരികളായി എന്ന് പറഞ്ഞാൽ കോടാനുകോടി രൂപ സമ്പാദ്യമുണ്ടെങ്കിലും ഉടുതുണി മേടിക്കാനുള്ള ഗതി നമുക്കില്ല. കോടാനുകോടി ലക്ഷോപലക്ഷം രൂപ നമുക്ക് സമ്പാദ്യമുണ്ടെങ്കിലും ഉടുതുണി മേടിക്കാനുള്ള ഗതി നമുക്കില്ല. തെളിയിക്കാം. ചെറുപ്പക്കാരെ പറ്റി ആദ്യം ഞാൻ പുകഴ്ത്തി പറഞ്ഞെങ്കിലും ഒരു ചെറിയ കുറ്റം അടക്കെന്ന് പറയുകയാണ്. ഞങ്ങളുടെ ചെറുപ്പക്കാരികളല്ല, ചെറുപ്പക്കാർ ഭൂരിപക്ഷവും ഇടുന്ന വസ്ത്രം നാച്ചുറൽ ഏസിയാണ്. മനസ്സിലാക്കാണില്ല. നാച്ചുറൽ ഏസിയാണ് ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ പാന്റും ഷർട്ടും എല്ലാം. ഒരു കാലഘട്ടത്തിൽ കീറിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ അവന്റെ വീട്ടിന്റെ സാമ്പത്തിക അവസ്ഥയുടെ ജീർണതയാണ്. എന്നാൽ ഇന്ന് കീറിയ തുണിയിടുന്ന മനുഷ്യനെ കണ്ടാൽ ഓർത്തോണം, അവന്റെ വീട്ടിൽ കോടികൾ ആസ്തി ഉണ്ടെങ്കിലും പറ കീറിയ തുണി ഞാൻ ധരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ പാന്റും കീറിയതായിരിക്കും. കാറ്റ് സ്വതവേ കീറി ഇറങ്ങിക്കോളും. നാച്ചുറൽ AC. അപ്പോ നിങ്ങൾ സ്ത്രീകൾ ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്ത്രീകളുടെ വസ്ത്രധാരണം എങ്ങനെയാണ്? ഒന്നുകൂടെ പറയാം. ഇന്നിറങ്ങുന്ന ഭൂരിപക്ഷം വസ്ത്രത്തിന് കയ്യുമില്ല, കാലുമില്ല. ഗതികേടിന് കയ്യോ കാലോ ഉണ്ടെങ്കിൽ മുകൾ മുതൽ അടിവരെ കീറിയിട്ടിരിക്കും. ഇതാ ഞാൻ പറഞ്ഞത്, കോടികളുടെ ആസ്തി ഉണ്ടെങ്കിലും ഉടുതുണി മേടിച്ച് നല്ല ഉടുതുണി ധരിക്കുവാനുള്ള പ്രാപ്തി ഇല്ല എന്നുള്ളത്. ഇപ്പോ മുൻകാലങ്ങളെക്കാൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവമേറെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന ബോധ്യം വരുമ്പോഴും നമ്മുടെ പരിഷ്കാരത്തിന്റെ ഇടയ്ക്ക് നടക്കുന്ന ചില അപരിഷ്കൃതങ്ങളും ഒന്ന് തിരിച്ചറിയുവാൻ ഇടയാകുമ്പോഴാണ് നമ്മുടെ വചന പ്രബോധന ശുശ്രൂഷകൾക്കും നമ്മുടെ ആരാധനകൾക്കും ഒക്കെ മാറ്റും ഭംഗിയും ഉണ്ടാവുന്നത് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും.